ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 750 ഗ്രാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു അരമണിക്കൂറോ അല്ല നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു ടൈമെങ്കിലും ഒന്ന് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വെക്കാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും നമുക്കൊരു പച്ച മസാലയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു പിടി, പിന്നെ കുറച്ച് പുതിനയില. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിയുടെ മാറ്റം വരുത്താം. പിന്നെ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, പിന്നെ 6-7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു രുചിയും കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും, പിന്നെ 1/2 ടീസ്പൂണിനടുത്ത് പെപ്പർ പൗഡറും 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നമുക്ക് ആ ഒരു പച്ച മസാല മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഈ ഒരു പച്ച മസാലേൻ്റെ ടേസ്റ്റും ആ ഒരു എരിവെല്ലാം വേണം കേട്ടോ. അപ്പം പച്ചമുളക് നിങ്ങൾ നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് കുറച്ച് കുറവുള്ളതുകൊണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഇതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കണേ, ഒരു പുളിപ്പെല്ലാം നോക്കിയിട്ട്. അപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വീണ്ടും ഒരു മസാല ടേസ്റ്റ് നോക്കുമ്പോൾ കുറച്ച് പുളിപ്പ് കുറവുള്ളതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വീണ്ടും തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ടൈമുള്ള അനുസരിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഇതാ കുറച്ച് ഫ്രൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണിനടുത്തായിട്ട് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ തൊട്ട് മുന്നേ വേണം കേട്ടോ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാൻ, എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. കോൺഫ്ലവർ ഇട്ടിട്ട് നമ്മൾ റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ചിക്കൻ അത്ര ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചിക്കന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഇട്ടിട്ട് 2 ബാച്ചാക്കിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ പച്ച മസാല അരച്ചെടുത്തിട്ടില്ല, ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുക. അപ്പം കറിവേപ്പില വേണ്ടാന്നുള്ള ആ ഒരു ടേസ്റ്റ് വേണ്ടാന്നുള്ളതിൽ ഞാൻ കറിവേപ്പില അതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മൊരിഞ്ഞെടുക്കുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കട്ടെ, നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ഞാൻ എയർ ഫ്രയറിൽ മുമ്പ് ചെയ്തിട്ടുണ്ടേനു, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടെ. എയർ ഫ്രയറിൽ നമ്മൾ അൽഫാമെല്ലാം ചെയ്യുന്ന ഒരു രീതിയിൽ ഈ ഒരു പച്ച മസാല ചെയ്തിട്ടുണ്ടേനു. മുഴുവനായിട്ടുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് കോമ്പിനേഷനായിട്ട് ഞാനിവിടെ പാൽ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു ഗ്രീൻ മസാലയിലുള്ള ചിക്കൻ ഫ്രൈ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.